ധനബിൽ സെനറ്റിൽ പാസാക്കാനുള്ള റിപ്പബ്ലിക്കൻസിന്റെ ശ്രമം വീണ്ടും പാളിയതോടെ അമേരിക്കയിലെ അടച്ചുപൂട്ടൽ അനിശ്ചിതകാലത്തേക്ക് തുടരും. ആരോഗ്യമേഖലയിലെ സബ്സിഡികൾ ഈ വർഷത്തോടെ നിർത്താനുള്ള തീരുമാനത്തെ തുടർന്നാണ് ഡെമോക്രാറ്റ്സ് ധനബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. 7.5 ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. അതേസമയം അടച്ചുപൂട്ടൽ നീളുന്നതിന്റെ പ്രതിപക്ഷ അംഗങ്ങളും ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തു. വിവരങ്ങളുമായി അഭിലാഷ് തന്നെ ചേരുകയാണ്. അഭിലാഷ്, ഈ ഒരു രാഷ്ട്രീയ തർക്കം, ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം ഇങ്ങനെ തുടരുന്ന സാഹചര്യമുണ്ട്. 3-ാം ദിവസത്തിലേക്ക് ഷട്ട് ഡൗൺ നീളുകയാണ്. ഇനിയും തുടർന്നാൽ എന്തായിരിക്കും? സങ്കീർണമാവില്ലേ സാഹചര്യങ്ങൾ? ഹരി, ഇപ്പോൾ തന്നെ 7.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ്. നാഷണൽ പാർക്ക്, മ്യൂസിയം, അതുപോലെ വിസ സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അമേരിക്കയിൽ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസങ്ങൾ പിന്നിടുന്നു. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇനി എത്ര ദിവസത്തേക്ക് ഈ ഒരു അടച്ചുപൂട്ടൽ തുടരുമെന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ലാതെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സെനറ്റിൽ ധനബില്ല്, കാരണം എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിന് മുമ്പ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ധനബില്ല് പാസ്സാക്കുന്നതാണ് അമേരിക്കയിലെ രീതി. അവിടെ ഇത്തവണ ഒക്ടോബർ 1-ന് മുമ്പ് അത് പാസ്സാക്കാനായില്ല. മൊത്തത്തിൽ 60 വോട്ടാണ് സെനറ്റിൽ ഒരു ബില്ല് പാസ്സാകാൻ ആവശ്യമുള്ളത്. അതിൽ 53 വോട്ടുകൾ റിപ്പബ്ലിക്കൻസിനുണ്ട്. ബാക്കിയുള്ള വോട്ടുകളാണ് ഡെമോക്രാറ്റ്സിന്റെ 7 വോട്ടുകൾ കൂടി ആവശ്യമാണ് ഏതൊരു ബില്ലും പാസ്സാവാൻ. പക്ഷേ ഇത്തവണ ഈ ഒരു ധനബില്ല് പാസ്സാക്കാനുള്ള ഒരു വോട്ട് പോലും ഡെമോക്രാറ്റ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് 53 വോട്ടുകൾ നേടി ആ ബില്ല് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. അതിൽ ഒരു ഭൂരിപക്ഷം പേർക്കും ഒരുപക്ഷെ ജോലി തന്നെ നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. പ്രധാനപ്പെട്ട മേഖലകളെല്ലാം അടഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഡെമോക്രാറ്റ്സും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻസും ഒരുപോലെ തങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വിദ്യാഭ്യാസ സബ്സിഡികൾ മുടങ്ങുന്നു. അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി പല കാര്യങ്ങളും ജീവിക്കുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അത്യാവശ്യ സേവനങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നില്ല. വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചാൽ അമേരിക്ക ഷട്ട് ഡൗൺ ആണ് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഫോണിലൂടെ ലഭിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. ഇതിൽ എത്ര ദിവസം ഈ ഒരു അടച്ചുപൂട്ടൽ നീളും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇത് ആദ്യമായല്ല അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിവരം. 2018 ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ഇതുപോലെ 35 ദിവസത്തോളം അമേരിക്ക അടഞ്ഞു കിടന്ന ഒരു സാഹചര്യമുണ്ട്. 1981 മുതൽ ഇത് 15-ാം തവണയാണ് അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് കടക്കുന്നത്. 1980 മുതൽ 15-ാം തവണയാണ് അമേരിക്ക ഇങ്ങനെ ഒരു അടച്ചുപൂട്ടലിലേക്ക് നീളുന്നത്. എന്തായാലും അമേരിക്കയിൽ നിന്നിപ്പോൾ സജിമോൻ ആന്റണിയും കൂടി ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇങ്ങനൊരു അടച്ചുപൂട്ടൽ ഇങ്ങനെ നീളുമ്പോഴേക്കും പ്രധാനപ്പെട്ട പല ഇങ്ങനെ നീളുകയാണ്. 3-ാം ദിവസത്തിലേക്ക് ഷട്ട് ഡൗൺ പോകുന്നു. വൈറ്റ് ഹൗസിലേക്ക് വിളിക്കുമ്പോഴേക്കും അമേരിക്ക ഷട്ട് ഡൗണിലാണെന്ന് അറിയിക്കുന്നു. ശമ്പളം കിട്ടാതിരിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാവുന്നു. ഇത് കൂടുതൽ സങ്കീർണമാവുകയല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും. ആര് കണ്ണു ചിമ്മും? ഡെമോക്രാറ്റ് കണ്ണു ചിമ്മുമോ അതോ റിപ്പബ്ലിക്കൻ കണ്ണു ചിമ്മുമോ? അമേരിക്കൻ ജനത ഒന്നടങ്കം കഴിഞ്ഞ 3 ദിവസമായിട്ട് ആ ഒരു നോട്ടത്തിലായിരുന്നു. എന്നാൽ ആ 3-ാം ദിവസവും രണ്ടുപേരും കണ്ണു ചിമ്മിയില്ല, ബ്ലിങ്ക് ചെയ്തിട്ടില്ല. അത് 4-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ അവിനാശ് പറഞ്ഞു പോണക്ക് തന്നെ ഏകദേശം 7.5 ലക്ഷം ആൾക്കാരാണ് ഫർലു മീൻസ് എന്താ പറഞ്ഞ നിർബന്ധിതമായിട്ട് അവധിയെടുക്കാനായിട്ട് ഈ വർഷത്തിൽ നിർബന്ധിതരായിരിക്കുന്നത്. അത് അമേരിക്കയിലുള്ള പാർക്ക് സേവകള്, മ്യൂസിയംസിന്റെ സേവകള്, വിസ ഓഫീസുകള്, ട്രാവൽ ഓഫീസുകള്, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത്യാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള സെക്യൂരിറ്റി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള അവശ്യ സേവനങ്ങളെ ഇത് ബാധിക്കുന്നതല്ല. ഏകദേശം 7.5 ലക്ഷത്തോളം അമേരിക്കൻ വർക്കേഴ്സിനാണ് ഇത് ഡയറക്റ്റ് ബാധിക്കുന്നത്. ഒരു പരിധി വരെ അമേരിക്കയിലെ ഇക്കണോമിയും ഇത് ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇന്ന് ഡൗ ജോൺസ് മാർക്കറ്റൊക്കെ 200-260 പോയിന്റ് മേളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഏതായാലും 15 തവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ 6 തവണയും ഇങ്ങനെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ സങ്കീർണമായിട്ട് പോലും മാർക്കറ്റ് അതിനെ ഓപ്പോസിറ്റ് ആയി റിയാക്ട് ചെയ്തിരിക്കുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും നോക്കി കാണേണ്ടത് കഴിഞ്ഞ തവണത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തന്നെ ഒരു ഹിസ്റ്ററി ഇട്ടിട്ടുണ്ട്. 35 ദിവസം 2018 അടഞ്ഞു കിടന്നിരുന്നു. ആ 35 അതുപോലെ ഇത് വലിഞ്ഞു പോകുമോ, അതോ 2-3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 3 ദിവസം ഓൾറെഡി കഴിഞ്ഞു, ഇനി 5ഉം 6ഉം 4ഉം 5ഉം 6ഉം എന്നൊക്കെ പറഞ്ഞ് ശനി ഞായറുമാണ്. ഏതായാലും സെനറ്റിന്റെ കോൺഗ്രസിലും അവിടെ ഒരു വോട്ടെടുപ്പ് കാര്യങ്ങൾ നടക്കുന്നില്ല.
അവധിയിലാണ്. ഇനി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് മൺഡേയോ ട്യൂസ്ഡേയോ ആയിരിക്കും. അപ്പം ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഉറപ്പായി 5-6 ദിവസം കൊണ്ട് തീരുന്ന ഒരു കേസായിട്ട് മാറുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു പ്രവണത കണ്ടിട്ട് രണ്ട് പാർട്ടിയും വിട്ടുകൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ ഒരു കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് 17 മില്യൺസിന്റെ മെഡിക്കെയ്ഡ് സബ്സിഡികൾ ക്യാൻസൽ ആവുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത്. അപ്പം അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഒക്ടോബർ 1 ഒബാമ കെയർ ഡെമോക്രാറ്റുകളുടെയും അമേരിക്കയിലുള്ള ഒരു മജോറിറ്റി ആൾക്കാരും നെഞ്ചിലേറ്റിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഒബാമ കെയർ എന്ന് പറയുന്നത്. ആ ഹെൽത്ത് കെയറിനുള്ള സബ്സിഡിയും 1-ാം തീയതി തൊട്ട് ഫ്രീസ് ആവുകയാണ്. അപ്പൊ അതിനകത്ത് പുതിയ ബജറ്റിനകത്ത് അത് എക്സ്റ്റൻഷൻ വന്നിട്ടില്ല എങ്കിൽ ടെക്നിക്കലി ആ ഒബാമ കെയർ ഡെഡായി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകൾ ഇതിനെ വളരെയധികം ഒരു പ്രസ്റ്റീജ് ആയിട്ട് കണ്ടുകൊണ്ടാണ് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല ഈ ഒരു കാര്യത്തിൽ എന്നുള്ള രീതിയിൽ പോകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയും ഉണ്ട്. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ കാണുന്നത് ഇത് ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന്റെ ഹെൽത്ത് കെയർ ആണ് എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത് അലോ ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിയാൻ കഴിഞ്ഞത് ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു പദ്ധതിയും കൂടെ അവർ സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കട്ടിങ്, ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളത് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു. അപ്പം ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കൊണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ലക്ഷക്കണക്കിന് അമേരിക്കയിൽ ഉള്ള ആൾക്കാരുടെ ജോലി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ 5-6 തീയതികളും ഒക്കെ തന്നെ ഒരു അവധി ശനി ഞായറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും നീളാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഒക്ടോബർ 1 മുതൽ ഈ മേഖലകൾ, അവശ്യ മേഖലകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ മേഖലകളും സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. സജിമോൻ ആന്റണിയുടെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഈ രണ്ട് പാർട്ടികളും കണ്ട് ചിമ്മുന്നില്ല എന്നത് വേണം കണക്കാക്കാൻ. അപ്പോൾ ആ ഒരു സാഹചര്യം ഇത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വേണം തന്നെ പറയാൻ. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതിന് വേഗം ഒരു തീർപ്പുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. എന്തായാലും അഭിലാഷാണ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്നും വിവരങ്ങൾ നൽകുകയും ചെയ്തു.